മോളെ? മോളെ എന്ത് പറ്റി മോളെ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് കോപിക്കരുത്. എന്റെ കോപവും ആവേശവുമെല്ലാം ഓരോ നിമിഷങ്ങൾ കഴിയും തോറും എരിഞ്ഞടങ്ങുകയാണ്. ജാനകി, ഞാനല്ലാതായി തീരുകയാണ്. നമുക്ക് വിനോദിനെ കൊണ്ട് യമുനയെ വിവാഹം കഴിപ്പിച്ചാൽ എന്താ? ജാനകി, ഞാൻ ഇത്രയും പാടുപെട്ടത് എന്റെ മോളെ ഒരു രണ്ടാം വിവാഹക്കാരന് പിടിച്ചു കൊടുക്കാനാണോ? അവൻ നമ്മുടെ കൊച്ചനല്ലേ? ദേവമ്മയ്ക്ക് രണ്ടാഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യം വിനോദിനെ കൊണ്ട് യമുനയെ വിവാഹം കഴിപ്പിക്കണമെന്ന്. അത് തെറ്റിയപ്പോ വേറൊരു വിവാഹം നടത്തണമെന്ന്. അതും നടന്നില്ല. അവന്റെ ഭാര്യയും മരിച്ചുപോയി. ചിലപ്പോ വിനോദിനെ തന്നെ ആയിരിക്കും ഈശ്വരൻ നമ്മുടെ മോൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അവൻ വരുന്നുണ്ട്. വിനോദ്, എന്താ അമ്മാവ? അഭിമാനമുള്ളൊരച്ഛൻ ആരോടും ആവശ്യപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിന്നോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്താണെന്ന് പറയൂ അമ്മാവ. യമുനയെ വിവാഹം കഴിക്കാൻ നീ തയ്യാറാണോ? ഞാൻ പറഞ്ഞെന്ന് വെച്ച് നിനക്കിഷ്ടമുണ്ടെങ്കിൽ മതി. അമ്മാവൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. യമുനയ്ക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കും അമ്മാവ. ജാനകി, ഇനിയൊന്നും ആലോചിക്കാനില്ല. നമുക്ക് ഈ കല്യാണം നടത്തണം. വിനോദ്? അതെ. എന്നിട്ട് യമുന എന്ത് തീരുമാനിച്ചു? എന്റെ അച്ഛനമ്മമാരുടെ സമാധാനത്തിന് വേണ്ടി ഏത് ചെറുത്തന്റെ മുൻപിലും താലി കെട്ടാൻ ഞാൻ കഴുത്തു നീട്ടും. യമുനെ? എത്രയും വേഗം എന്റെ കല്യാണം നടക്കണം. വീണയുടെ വയറ്റിൽ വളരുന്നത് അപമാനത്തിന്റെ തീയാണ്. അത് പ്രഭേട്ടൻ അറിയില്ലേ? അറിയാം. പക്ഷേ വിനോദിനെ പോലെ ഒരുത്തരെ ചവിട്ടി ജനിക്കാൻ യമുനയുടെ ജീവിതം ഇറങ്ങി കൊടുക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട്. എന്ത് ചെയ്യാൻ പ്രഭേട്ട? എല്ലാത്തിനെയും ഒരുമിച്ച് രക്ഷിക്കാൻ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. എനിക്കറിയാം. എല്ലാവരെയും ഒരുമിച്ച് വഞ്ചിക്കാനാണ് വിനോദോടെ കൂടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ യമുനയ്ക്കൊരു വഴി പറഞ്ഞുതരാം. യമുനെ, എനിക്ക് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ യമുനെ? നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചത്? പിന്നല്ലാതെ. അതോ അമ്മായി എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തിനെ മോഹിച്ചിട്ടാണോ? യമുന എന്റെ ഭാര്യയായി വരുമ്പോൾ ആ സ്വത്തിനെ പറ്റി ഞാൻ എന്തിനാ പ്രത്യേകമായി ചിന്തിക്കുന്നത്? വിവാഹം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് സുഖമായി ജീവിക്കണം. അതിൽ കവിഞ്ഞ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എന്നാൽ നിങ്ങൾ എനിക്കിഷ്ടമല്ല. യമുനെ, വേശ്യാവൃത്തി ചെയ്യേണ്ടി വന്ന ഒരു സ്ത്രീ പോലും ഒരിക്കലും അവളെ അപമാനിച്ച പുരുഷനോടൊത്ത് പോകാൻ തയ്യാറാവില്ല. നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞതെല്ലാം മറക്കൂ യമുനെ. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടവരാണ്. ഇതാ. എന്താണിത്? അമ്മായി എന്റെ പേരിൽ എഴുതി തന്ന സ്വത്ത് ഞാൻ നിങ്ങളുടെ പേരിൽ തിരിച്ചെഴുതിയ പ്രമാണം. പിടിക്കൂ. ഇപ്പോൾ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങളുടേതാണ്. ഇനി സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കൂ.
എന്നെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന്. ആ, നീ പോവാണല്ലേ? ശരി. ഓ ഓ ഓടാ. ബേബി, ഞാൻ എഴുന്നേറ്റു. ബെഡ് കാപ്പി എളുപ്പം കൊണ്ടുപോവാ, ലണ്ടനിൽ പോണം. ആഹാ, എന്തൊരു ഫിഗർ. ഇതെന്തുവാ? എന്റെ ഭർത്താവിന് ഒരു പുരുഷനല്ലാത്ത നിങ്ങളോടൊത്തുള്ള ജീവിതം എനിക്ക് മടുത്തു. ഇനി നിങ്ങൾ എന്നെ അന്വേഷിക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നിച്ച് പോകുകയാണ്. ഈ ലോകത്ത് ഇനിയെങ്കിലും എനിക്കൊരു ഭാര്യയായി ജീവിക്കണം. ബേബി. ചെറുപ്പക്കാരി വഞ്ചകി. എടാ മഹാഭാവി, ഇത്രയും കാലം ഇത് മറച്ചു പിടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നിയടാ? ആ പെൺകൊച്ചു വല്ല അതിവേഗവും കാണിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? മോനകത്തേക്ക് പോ. ദേ, ഏതായാലും സംഭവിച്ചു പോയി. ഇനി എത്രയും വേഗം കല്യാണം നടത്തിയില്ലെങ്കിൽ രണ്ടു കുടുംബത്തിന്റെയും മാനം കഷ്ടത്തിലാവും. ഞാനിനി ഇങ്ങനെ അവരുടെ മുഖത്ത് നോക്കടി. ഓ, പെണ്ണിനെ നമ്മൾ കൈവിട്ടില്ലല്ലോ. യമുനയുടെ വിവാഹം കൂടി ഉറപ്പിക്കുന്നതുവരെ ക്ഷമിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചിരുന്നതല്ലേ? സമ്മതിച്ചതൊക്കെ ശരിയാ. പക്ഷേ കോഴിയുടെ മുലയൂട്ട് പോലെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത്. വീണയെ മരുമകളായി സ്വീകരിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ അല്പം കൂടി സമയം തരാൻ ദയാകണം. ഞാനിപ്പോ കാളകൂടം വിഴുങ്ങിയ ശിവന്റെ അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ പുറത്തേക്ക് തുപ്പിയാൽ പ്രപഞ്ചം നശിക്കും, അകത്തേക്ക് വിഴുങ്ങിയാൽ ശിവൻ മരിക്കും. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഈ മാസം 18-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. എന്തു വന്നാലും അന്ന് വിവാഹം നടത്തിയേ പറ്റൂ. ശരി, നടത്താം. ദേ, വാക്ക് മാറിയിട്ട് പിന്നെ അതും ഇതും പറയാനിടയാക്കരുത്. ഇല്ല, ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ വക്കീൽ അദ്ദേഹം പറഞ്ഞ ദിവസം തന്നെ എന്റെ മക്കളുടെ വിവാഹം നടത്തും. അങ്ങായിരുന്നു? അയ്യോ, എന്തിനാ എത്ര ദൂരം നടന്നു വന്നത്? എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. വന്നാട്ടെ, ഇവിടെ ഇരുന്നാട്ടെ. ഞാൻ ഇതുവഴി വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? എത്രയോ തവണ ഞാൻ കാർ അയക്കാമെന്ന് പറഞ്ഞിട്ടും അങ്ങ് വന്നില്ല. ഞാനും എന്റെ ഫാക്ടറിയും ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നത് തന്നെ അന്ന് അങ്ങ് എന്നോട് ചെയ്ത കാരുണ്യം കൊണ്ടാണ്. ഈ നന്ദിയും സ്മരണയും നിന്നെ പോലെ അപൂർവം ചിലരെ കാണാറുള്ളൂ. എനിക്കൊരു അവശത വന്നപ്പോ എന്നെ കൊണ്ട് നന്നായ പലരും പരിചയം പോലും ഭാവിച്ചില്ല. സാറിന് കുടിക്കാൻ ഒന്നും ഇപ്പൊ വേണ്ട. എനിക്ക് ദാഹവും വിശപ്പും ഉണ്ടാവണമെങ്കിൽ ഒരു പ്രധാന കാര്യം നടക്കണം. അതിനു വേണ്ടിയാ ഞാനിവിടെ വന്നത്. ഞാനോ? എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗോപിയോട് എന്തും അവകാശപ്പെടാനുള്ള അധികാരം എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങക്ക് എന്ത് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി.
ഗോപിയെ കൊണ്ട് എന്റെ യമനെ വിവാഹം കഴിപ്പിക്കണമെന്ന് മാലിനി പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നതാണ്. അന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ അന്ന് ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യം വേണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സാർ, എന്റെ യമനെ വിവാഹം കഴിക്കാൻ ഗോപിക്ക് ഇഷ്ടമാണോ? അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഗുരുവായൂർ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അതറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കാനായിരിക്കും അങ്ങ് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ ആത്മാവ് നിറഞ്ഞ ആശീർവാദം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. മാലിന്യക്കൊരു ജീവിതം കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. നമസ്കാരം അമ്മാവ. നമസ്കാരം മോളെ. രണ്ടുപേർക്കും രണ്ടാം കെട്ടായതുകൊണ്ടാണ് തീരെ ആരെയും അറിയിക്കാതെ ഒരു ചടങ്ങായി മാത്രം നടത്തിയത്. സാരമില്ല കുഞ്ഞെ, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് കണ്ടാ മതി. അപ്പൂപ്പ, ഞാനായി കല്യാണം നടത്തിച്ചത്. മിടുക്കി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ അമ്മാവ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അതൊക്കെ ഇനി ഒരിക്കലാവാം. ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, എന്റെ ഈശ്വര, അച്ഛനത് എവിടെ പോയതാ? മോളെ, ഇച്ചിരി വെള്ളം കൊണ്ടുവാ. വീണേ, നീ എന്തിനാ കരയുന്നത്? ഞാൻ നശിച്ചവളാണ് ചേച്ചി. ഞാൻ കാരണമല്ലേ ഈ വീട്ടിൽ ഓരോരുത്തരും തീ തിന്നുന്നത്. ഞാൻ എവിടെയെങ്കിലും പോയി എന്റെ ജീവിതം അവസാനിപ്പിച്ചോളാം. നീ അബദ്ധമൊന്നും പറയാതെ. ഇനിയും എനിക്കിത് സഹിക്കാൻ കഴിയില്ല ചേച്ചി. നീ ആത്മഹത്യ ചെയ്താൽ അച്ഛനമ്മമാർക്ക് സമാധാനം ഉണ്ടാകുമോ? എന്റെ കല്യാണം നടക്കുമോ? ഇന്ന് നോക്ക്, ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ എല്ലാം രഹസ്യമായി കൊണ്ടെത്തിച്ചത്. നീ ധൈര്യമായിരിക്കെ. 18-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ നിന്റെ വിവാഹം നടന്നിരിക്കും.